നാളത്തെ EVS എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞോ മക്കളെ? നിങ്ങൾക്കിതാ കുറച്ചുകൂടി പ്രാക്ടീസ് ചോദ്യങ്ങൾ, ചില മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി. അപ്പം എൻ്റെ മക്കൾ റെഡിയാണെന്ന് കരുതുന്നു. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും, ഒരുപാട് ചോദ്യങ്ങളില്ല, കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എൻ്റെ മക്കൾക്ക് സ്പെഷ്യലായിട്ട് ടീച്ചർ കൊണ്ടുവന്നതാണ്. അപ്പം നന്നായിട്ടൊന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പം നേരെ ക്ലാസ്സിലേക്ക്. പ്രവർത്തനം 1, പൂമ്പാറ്റകൾ. പൂമ്പാറ്റകളുടെ ചിറകുകളുടെ പുള്ളികൾ, നിറങ്ങൾ എന്നിവ ഓരോ പൂമ്പാറ്റയിലും വ്യത്യസ്തമാണല്ലോ. ചുവടെ നൽകിയ ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് നിറം നൽകൂ. പൂമ്പാറ്റയ്ക്ക് നിറം നൽകുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനം. അപ്പോൾ ഒന്ന് നിറം നൽകി മനോഹരമാക്കണം. രണ്ട് സൈഡിലും ഒരുപോലെ നിറം കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം പൂമ്പാറ്റയുടെ രണ്ട് ഭാഗത്തെ ചിറകുകളും ഏകദേശം കാണാൻ ഒരുപോലെ ആയിരിക്കണം. ഓക്കെ, പാറ്റേൺ സെയിം ആയിരിക്കണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനത്തിലെ A പാർട്ട് കഴിഞ്ഞു. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് B ആണ്. നമ്മുടെ പരിസരത്തുള്ള ഓരോ ഇനം പൂമ്പാറ്റകൾക്കും പേരുകളുണ്ടല്ലോ. നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പൂമ്പാറ്റയുടെ പേരെഴുതുക. മക്കളെ, ഒരുപാട് പൂമ്പാറ്റയുണ്ടെന്ന് നമുക്കറിയാം, നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലും കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കറിയാവുന്ന ഏതെങ്കിലും 2 ചിത്രശലഭത്തിൻ്റെ പേര് എഴുതുക. നമുക്കൊന്ന് നോക്കാം. തീച്ചിറകൻ, നാട്ടുകോമാളി, ഗരുഡശലഭം, രത്നനീലി. തീച്ചിറകൻ, നാട്ടുകോമാളി, ഗരുഡശലഭം, രത്നനീലി. ഏതെങ്കിലും 2 എണ്ണം പഠിച്ചിട്ട് കൃത്യമായി എഴുതിയാൽ മതി. അടുത്ത ചോദ്യത്തിലേക്ക്. C. മുട്ട വിരിഞ്ഞ് പൂമ്പാറ്റയായി മാറുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിൽ വിട്ടുപോയ ഘട്ടം എഴുതി ചേർക്കൂ. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, ബാക്കി ഏതോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. മുട്ട വിരിഞ്ഞ് ലാർവ വലുതായിട്ട് എന്തായി മാറും? അതവിടെ കൊടുത്തിട്ടില്ല. എന്തായി മാറും മക്കളെ? ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. മുട്ട, ലാർവ, അടുത്ത സ്റ്റേജ്, അടുത്ത ഘട്ടം ഏതാണ്? ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ. അവസാനം പൂമ്പാറ്റയുമാകുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് മൂന്നാമത്തെ ഘട്ടം? ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്ത ടീച്ചർ വെയിറ്റ് ചെയ്യണേ. ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മുട്ട, ലാർവ, അടുത്ത ഘട്ടം പ്യൂപ്പ, പൂമ്പാറ്റ. മുട്ട, ലാർവ, പ്യൂപ്പ, പൂമ്പാറ്റ എന്നിങ്ങനെയാണ് ചിത്രശലഭത്തിൻ്റെ ജീവിതത്തിലെ 4 ഘട്ടങ്ങൾ. പഠിച്ചല്ലോ. അടുത്തത് D ക്വസ്റ്റ്യൻ. ശലഭോദ്യാനം വിപുലീകരിക്കുന്നതിനായി വിവിധ തരം ചെടികൾ കുട്ടികൾ കൊണ്ടുവന്നു. അവയിൽ ഇലമുളച്ചി, കറിവേപ്പ് എന്നിവയുടെ വിവരങ്ങൾ ശേഖരിച്ച് ഹരിത കാർഡ് തയ്യാറാക്കാൻ മിത്രയെ സഹായിക്കൂ. ഹരിത കാർഡ് തയ്യാറാക്കൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഹരിത കാർഡ് തയ്യാറാക്കാൻ മിത്രയെ സഹായിക്കാനാണ് പറയുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്ന ചെടി ഇലമുളച്ചിയാണ്. ഏത് വിഭാഗത്തിലാണ് പെടുക? ഇലമുളച്ചി ഏത് വിഭാഗത്തിൽ പെടും? നമുക്കൊന്ന് എഴുതി നോക്കാം. ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി നോക്കാം. നോക്കിക്കോളൂ. ഇലമുളച്ചി ഔഷധിയാണ്. ഇലമുളച്ചി ഏതാണ്? ഔഷധിയാണ്. നടാൻ ഏത് ഭാഗമാണ് ഉപയോഗിക്കുക? ഇലയാണ് ഉപയോഗിക്കുക. എന്തൊക്കെയാണ് ഇലയുടെ പ്രത്യേകതകൾ? കട്ടിയുള്ള ജലം നിറഞ്ഞ ഇലകളാണ്. അരികുകളിൽ നിന്ന് പുതിയ തൈകൾ വളരുന്നുണ്ട്. അതുപോലെ കാണ്ഡത്തിന്റെ പ്രത്യേകത എന്താണ്? മൃദുവായ കാണ്ഡമാണ്. എന്താണ്? മൃദുവായ കാണ്ഡമാണ്, വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇലമുളച്ചി ഔഷധിയാണ്. നടാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇലയാണ്. ഇലയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? കട്ടിയുള്ള ജലം നിറഞ്ഞ ഇലകളാണ്. അരികുകളിൽ നിന്ന് പുതിയ തൈകൾ വളരുന്നുണ്ട്. ഇലയുടെ അരികുകളിൽ നിന്ന് കേട്ടോ. കാണ്ഡത്തിന്റെ പ്രത്യേകത മൃദുവായ കാണ്ഡമാണ്. എന്താണ് കാണ്ഡത്തിന്റെ പ്രത്യേകത? മൃദുവാണ്. അടുത്തത് നമ്മുടെ കറിവേപ്പ് ഉൾക്കൊള്ളുന്ന വിഭാഗം മരമാണ്. ഓക്കെ, ചിലരുടെ വീട്ടിൽ ഇത് കുട്ടിച്ചെടിയായിട്ടുണ്ടാകാം. അത് ഇനിയും വളരും. അത് അവസാനം എന്തായി മാറും? വലിയ മരമായി മാറും. അപ്പൊ കറിവേപ്പ് മരമാണ്. നടാൻ ഉപയോഗിക്കുന്ന ഭാഗം വേരാണ്. വേരിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. ഇലയുടെ പ്രത്യേകത എന്താ? ചെറിയ ഇലകളാണ്. നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്? കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി കാണ്ഡത്തിന്റെ പ്രത്യേകത എന്താ? നല്ല കട്ടിയുള്ള കാണ്ഡമാണ്. മരമല്ലേ, അപ്പൊ കട്ടിയുള്ള കാണ്ഡമാണ് ഉള്ളത്. പഠിച്ചോ? ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. അടുത്ത പ്രവർത്തനം നമ്പർ 2. ഒന്നാമത്തെ പ്രവർത്തനം മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേ മക്കളെ. കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേ. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കണേ. നോക്കാം. അടുത്ത പ്രവർത്തനം 2. സഞ്ചരിച്ച്
ജീവികളെ അവയുടെ സഞ്ചാര രീതിക്കനുസരിച്ച് വരച്ച് യോജിപ്പിക്കാനാണ് പറയുന്നത്. സിമ്പിളാണ്. പാമ്പ് എന്താ ചെയ്യുക? പാമ്പ് എന്താ ചെയ്യുന്നു? പറഞ്ഞോളൂ. പാമ്പ് എന്ത് ചെയ്യും? ഇഴയുന്നു. മീൻ നീന്തും. മനുഷ്യൻ നടക്കും. കാക്ക പറക്കും. അത് കൃത്യമായി ഒന്ന് വരച്ച് യോജിപ്പിച്ചാൽ ആ പ്രവർത്തനം കഴിഞ്ഞു. അപ്പൊ പാമ്പ് ഇഴയുന്നു, മീൻ നീന്തുന്നു, മനുഷ്യൻ നടക്കുന്നു, കാക്ക പറക്കുന്നു. പഠിച്ചല്ലോ. പ്രവർത്തനം കംപ്ലീറ്റഡ്. എൻ്റെ മക്കൾക്ക് കിട്ടി. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളെ നിരീക്ഷിക്കൂ. താറാവിൻ്റെയും കുട്ടിയുടെയും സഞ്ചാര രീതിക്ക് അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എഴുതും. 2 ജീവികൾ തന്നിട്ടുണ്ട്. ഒന്ന് മനുഷ്യനാണ്, മറ്റൊന്ന് താറാവാണ്. മനുഷ്യനും താറാവും. നമുക്കൊന്ന് നോക്കാമേ. താറാവിൻ്റെ കേസിൽ തുഴ പോലെയുള്ള കാലുകൾ നീന്തൽ എളുപ്പമാക്കുന്നു. തുഴ പോലെയുള്ള കാലുകൾ നീന്തൽ എളുപ്പമാക്കുന്നു. എണ്ണമയമുള്ള തൂവലുകൾ വെള്ളത്തിൽ അനായാസം സഞ്ചരിക്കാൻ സഹായിക്കുന്നു. അപ്പം സഞ്ചാരത്തിന് നമ്മുടെ താറാവിനെ എങ്ങനെ സഹായിക്കുന്നു? തുഴ പോലെയുള്ള കാലുകൾ നീന്തൽ എളുപ്പമാക്കും. എണ്ണമയമുള്ള തൂവലുകൾ വെള്ളത്തിൽ അനായാസം സഞ്ചരിക്കാൻ സഹായിക്കും. ഇനി മനുഷ്യന്റെ കേസിലോ, സ്വതന്ത്രമായി ചലിപ്പിക്കാൻ കഴിയുന്ന കാലുകൾ നടക്കാനും ഓടാനും സഹായിക്കും. മനുഷ്യന്റെ കേസിൽ നമ്മുടെ കാലുകൾ നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിപ്പിക്കാൻ കഴിയും, അല്ലെ? ചലിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനും ഓടാനും സഹായിക്കുന്നു. ക്ലിയർ ആണോ? അപ്പം മനുഷ്യന്റെയും താറാവിൻ്റെയും സഞ്ചാരത്തിന് സഹായിക്കുന്ന ശാരീരിക സവിശേഷതകൾ എൻ്റെ മക്കൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചില്ലേ? പഠിച്ചു. ഓക്കെ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ നിരീക്ഷിക്കൂ. സഞ്ചാര രീതിയെ അടിസ്ഥാനമാക്കി കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തി വട്ടം വരയ്ക്കൂ. മക്കളെ, ഇവിടെ കുറച്ച് ജീവികൾ നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഉറുമ്പുണ്ട്, പശുവുണ്ട്, ആനയുണ്ട്, മുതലയുമുണ്ട്. അപ്പോൾ ഇതില് കൂട്ടത്തിൽ കൂടാത്ത ജീവി ഏതാ? സഞ്ചാര രീതിക്കനുസരിച്ച്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൂട്ടത്തിൽ കൂടാത്തത് ഏതാണ്? ഉറുമ്പാണോ, ആനയാണോ, പശുവാണോ, അല്ല മുതലയാണോ? ഏതാണ് മക്കളെ? ഉത്തരം മുതല. കാരണം എന്താ? ബാക്കിയുള്ളതെല്ലാം കരയിൽ നടക്കുകയേ ചെയ്യുന്നുള്ളൂ. ഈ മുതലയോ നടക്കുകയും ചെയ്യും, നീന്തുകയും ചെയ്യും, അല്ലേ? അപ്പൊ നടക്കുകയും ചെയ്യും, നീന്തുകയും ചെയ്യും. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഏതാണ്? നമ്മൾ സർക്കിൾ ചെയ്യേണ്ടത് ഏതാണ്? വട്ടം വരക്കേണ്ടത് ഏതിനാണ്? മുതലയ്ക്കാണ്. അപ്പൊ കൃത്യമായി മനസ്സിലായല്ലോ. ഇത്രയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ. പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് മക്കൾക്ക് വേണ്ടി നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ. അപ്പൊ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. നല്ല രീതിയിൽ നമുക്ക് മാർക്ക് വാങ്ങണം. അപ്പൊ നന്നായി പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ് എൻ്റെ മക്കൾക്ക്. മക്കൾ എന്ത് ചെയ്യണം? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.